Introduction to Communication Model and Theory. In this episode, we are trying to discuss about communication model and communication theory. And also we try to understand the similarities and differences between a model and theory. When we speak about the relevance of communication theories, we should start by saying that every communication theory helps in developing an understanding about various technical aspects involved in the process of communication. And this particular field of study is aimed at developing knowledge on how people communicate each other. കമ്മ്യൂണിക്കേഷൻ തിയറി എന്ന് പറയുന്നത് ആശയവിനിമയ സിദ്ധാന്തമാണ്. തിയറീസ് എന്ന് പറയുന്ന സിദ്ധാന്തങ്ങളാണ്. ഇത്തരം സിദ്ധാന്തങ്ങൾ പഠിക്കുന്നതിലൂടെ ഒരു ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സാങ്കേതിക വശങ്ങൾ കൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ അത്തരം വശങ്ങളെ കൂടുതൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചപ്പാടുകൾ വിശാലമാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുമ്പോൾ അത്തരം ആശയവിനിമയങ്ങൾ ഏത് രീതിയിലുള്ളതാണ്, ഏതൊക്കെ ഘടകങ്ങളാണ് അതിൽ പ്രധാനമായി വരുന്നത് എന്നൊക്കെയുള്ള അറിവ് വർദ്ധിക്കാൻ കൂടി സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പഠനശാഖ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തിയറി എന്ന് പറയുന്ന പഠനശാഖ. ഇത്തരം അറിവിന്റെ മേഖലയെ കൂടുതൽ വികാസത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വികാസം ഉണ്ടാക്കുന്ന ഈ മേഖലയിൽ കൂടുതൽ വികാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നൽകുന്നത്. And people have a feeling that, and often they may ask a question that, how did people of India voted for Narendra Modi government in the 2019 parliamentary election? And what are the various factors that contributed for the victory of Prime Minister Narendra Modi? For this particular question, there are answers, and for that, appropriate communication theories will enable us to understand the factors that contributed to the victory of Narendra Modi. 2019 പാർലമെന്ററി ഇലക്ഷനിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലേക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്തതിന്റെ കാരണം എന്താണ് എന്നൊരു വിഷയം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തിയറി പ്രയോഗിച്ച് നാം ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഘടകങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത്. ആശയവിനിമയത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഉപയോഗിച്ചിരുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് വിജയത്തിലേക്ക് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്താനാവും. ഈ തരത്തിൽ ഒരു സന്ദർഭത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഗതിയെ ആഴത്തിൽ മനസ്സിലാക്കി വിശകലനം ചെയ്യാൻ സഹായിക്കുന്നവയാണ് ആശയവിനിമയ സിദ്ധാന്തങ്ങൾ അഥവാ കമ്മ്യൂണിക്കേഷൻ തിയറി. Communication theory uses mathematics and information to develop insights into the complex nature of the different types of human communication. And when we speak about the implementation of or the reading of such communication patterns, we should also look into the different aspects of communication, different patterns of communication, and by applying various communication theories, we will get a clear answer. And for that, we need to apply the methods of mathematics, and we need to use some basic information, background information that may be helpful for the final result. ആശയവിനിമയ കാര്യങ്ങൾ പോലെ തന്നെ ആശയവിനിമയ സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് ചില കണക്കുകൾ വേണ്ടി വരും, ചില വിവരങ്ങൾ വേണ്ടി വരും. ഈ വിവരങ്ങൾ കൂടി ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് സങ്കീർണമായ ചില കാര്യങ്ങളെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയത്തിൽ സങ്കീർണമായ ചില കാര്യങ്ങളെ ലളിതവൽക്കരിച്ച് വായിക്കാൻ കഴിയുക ഇത്തരം സിദ്ധാന്തങ്ങളിൽ അതിന്റെ കണക്കുകളും അതിന്റെ മറ്റ് വിവരങ്ങളും വിശദാംശങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ്. Communication theory gives us a conceptual framework with which to study and improve our own communication skills and those of others. കമ്മ്യൂണിക്കേഷൻ തിയറികളുടെ അല്ലെങ്കിൽ ആശയവിനിമയ സിദ്ധാന്തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് gives us a conceptual framework എന്നുള്ളതാണ്. ആശയപരമായ ഒരു ചട്ടക്കൂട് നൽകുന്നവയാണ് കമ്മ്യൂണിക്കേഷൻ സിദ്ധാന്തങ്ങൾ.
ഇത്തരം ആശയപരമായ ചട്ടക്കൂടുകളുടെ അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ നമ്മുടെ തന്നെ ആശയവിനിമയ ഉപാധികളെ നമുക്ക് കുറെ കൂടി മികവുറ്റതാക്കാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശയവിനിമയ ഉപാധികളെ, ആശയവിനിമയ രീതികളെ ഏത് രീതിയിൽ ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ബെറ്റർ ആക്കണം എന്ന് നമുക്ക് ഉപദേശിക്കാൻ പറ്റും. In our daily life, we communicate in various life situations, like in school, in work, in personal activities, or in other relationships. We communicate, and such communication patterns should be studied in detail. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ പല പല സന്ദർഭങ്ങളിൽ, ജീവിത സന്ദർഭങ്ങളിൽ, സ്കൂളിലാവട്ടെ, ഓഫീസിലാവട്ടെ, മാർക്കറ്റിലാവട്ടെ, റെയിൽവേ സ്റ്റേഷനിലാവട്ടെ, നമ്മൾ പലതരം ആശയവിനിമയ ഉപാധികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്തരം സിദ്ധാന്തങ്ങളിലൂടെ ആ ആശയവിനിമയ ഉപാധികൾ, വിവിധ സന്ദർഭങ്ങളിലുള്ള ആശയവിനിമയ ഉപാധികൾ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നു. മാത്രമല്ല ഇത്തരം സിദ്ധാന്തങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഏത് രീതിയിലാണ് മറ്റുള്ളവരോട് സംവദിക്കുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത്, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ആശയവിനിമയം മികച്ച രീതിയിൽ നടത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള വിലയിരുത്തലുകൾക്കും ഇത്തരം സിദ്ധാന്തങ്ങൾ സഹായിക്കാറുണ്ട്. That is why we say that theories help us to assess how we communicate with others and help us to understand what goes wrong in every communication and what goes well in every communication. And also, theories help us to organize and understand our communication experiences. നമ്മുടെ ആശയവിനിമയ അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവങ്ങളെ ക്രമീകരിക്കാൻ അല്ലെങ്കിൽ കുറെ കൂടി മികവുറ്റ രീതിയിൽ മനസ്സിലാക്കാനും ഇത്തരം സിദ്ധാന്തങ്ങൾ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം സിദ്ധാന്തങ്ങൾ നമ്മുടെ മനുഷ്യന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ മാനുഷിക ആശയവിനിമയത്തിന്റെ, ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ കുറെ കൂടി വിശാലമായ തിരിച്ചറിയലുകൾക്ക്, വിശാലമായ മനസ്സിലാക്കലുകൾക്ക് സഹായിക്കുന്നു എന്നും പറയാനാകും. മാത്രമല്ല, theories also help us to predict and control our communication. നമ്മൾ ഒരു അപരിചിതനോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു സുപ്പീരിയർ പേഴ്സണോട് സംസാരിക്കുകയാണ്. അത്തരം ഘട്ടങ്ങളിൽ ഏത് രീതിയിൽ നമ്മൾ സംസാരിക്കണം, അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക നമ്മൾ ചില സിദ്ധാന്തങ്ങളുടെ ചൂട് പിടിച്ചത് വായിക്കുമ്പോഴാണ്. Suppose we speak with a stranger or we speak with our superior person. If we tight with a communication theory, you can say that this particular communication pattern may go like this, or the final result of this particular communication will be like this or like that, or we should control this communication like using this particular method, otherwise the end result will be negative or positive. So for realizing this kind of things, we need to know communication theories. Another function of communication theories is that they help us to challenge current social and cultural realities and provide new ways of thinking and living. Definitely, we are living in a social context or cultural context, and we are facing social cultural realities, and a better understanding about the communication theories help us to challenge such realities and also lead us to think differently, think innovatively, or think creatively, and that gives us a new perspective. സാമൂഹിക സാംസ്കാരിക യാഥാർത്ഥ്യങ്ങളെ നമുക്ക് വിമർശനാത്മകമായി വായിക്കാൻ സാധിക്കും, അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരു പുതിയൊരു ധാരണ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നവയാണ് ആശയവിനിമയ സിദ്ധാന്തങ്ങൾ. ഇനി എന്താണ് മോഡലും തിയറിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കാം. മോഡൽ ആൻഡ് തിയറീസ് ആർ ടു റിലേറ്റഡ് ടേംസ്, ബട്ട് ഡിഫറൻസസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ബിറ്റ്വീൻ ദി ടു. അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ആശയങ്ങളാണ്, എന്നാൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും ധാരാളമായിട്ടുണ്ട്. തിയറി ഈസ് എ കോൺസെപ്റ്റലൈസ്ഡ് ഫ്രെയിംവർക്ക്. ആശയപരമായ ഒരു ചട്ടക്കൂടാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ, പ്രെഡിക്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ഫിനോമിനൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ പ്രവചിക്കാൻ ഉതകുന്ന ഒരു സാമ്പ്രദായിക രീതിയാണ് തിയറി എന്ന് പറയുന്നത്.
ഇറ്റ്സ് എ ജനറലൈസ്ഡ് ഫിനോമിനൻ വിച്ച് ഈസ് ആക്സെപ്റ്റഡ് ബൈ മെനി പീപ്പിൾ ഇൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിലെ വിവിധ ആളുകൾ അനുമതി നൽകിയിട്ടുള്ള, അല്ല വിവിധ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണത്, ഒരു പ്രതിഭാസമാണത്. അതിനൊരു പേഴ്സണൽ രീതിയല്ല, ഒരു കുറെ കൂടി ജനറലൈസ് ചെയ്ത പൊതുവൽക്കരിക്കപ്പെട്ട ഒരു ആശയമാണത്. അതേസമയം മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫിസിക്കൽ, സിംബോളിക്കൽ ഓർ വെർബൽ റെപ്രസെന്റേഷൻ ഓഫ് എ കോൺസെപ്റ്റ് ഓർ തിയറി വിച്ച് ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ഓർഡർ ടു മേക്ക് ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സംതിങ് ക്ലിയർ. എന്നാൽ മോഡൽ, ഒരു മാതൃക എന്ന് പറയുന്നത് കുറെ കൂടി ഭൗതികമാണ്, കുറെ കൂടി നമുക്ക് സിംബോളിക് ആയിട്ട് അവതരിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. അത്തരം ആശയങ്ങളാണ്. മാത്രവുമല്ല, നമ്മളൊരു സിദ്ധാന്തത്തിൽ അവതരിപ്പിച്ച ഒരു കാര്യത്തെ കുറെ കൂടി ലളിതമായിട്ട് അല്ലെങ്കിൽ കുറെ കൂടി വ്യക്തതയോടുകൂടി കാണാൻ, അറിയാൻ സഹായിക്കുന്ന കാര്യം കൂടിയാണ് മോഡൽ. That is why we say that the main difference between model and theory is that theories can be considered as answers to the various problems identified, especially in the scientific world, whereas models can be considered as a representation created in order to explain a theory. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് മോഡൽ എന്ന് പറയുന്നത്, അല്ല തിയറി എന്ന് പറയുന്നത് പലതിന്റെയും ഉത്തരമാണ്. നമ്മുടെ പല ആശയങ്ങളുടെയും ശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങളാവാം, അല്ലെങ്കിൽ മാനവിക ആശയങ്ങളാവാം, അത്ര ആശയങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് തിയറികളെ നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ അത് വിശദീകരിക്കാൻ, ആ ആശയത്തെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന, ആ ഉത്തരങ്ങളെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് മാതൃകകൾ എന്ന് പറയാം. ഇനി ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോഡൽ ആൻഡ് തിയറി, നമുക്കൊരു പെട്ടെന്ന് തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. തിയറി നമുക്ക് സൂചിപ്പിച്ചതുപോലെ കോൺസെപ്റ്റ് ഫ്രെയിംവർക്ക് ഓഫ് എൻ ഐഡിയ, ആശയപരമായ ഒരു ചട്ടക്കൂടാണ്. whereas മോഡൽ ഈസ് എ വെർബൽ ഓർ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് എ കോൺസെപ്റ്റ്. ഒരു ആശയത്തിന്റെ വാക്കുകളിലൂടെയുള്ള, അല്ലെങ്കിൽ നമ്മൾ എഴുതി കാണിക്കുന്ന, അല്ലെങ്കിൽ വരച്ച് കാണിക്കുന്ന പ്രതിനിധാന സ്വഭാവമുള്ള രൂപമാണ് മോഡൽ എന്ന് പറയുന്നത്. തിയറി അഗൈൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ തിങ്സ് ആൻഡ് ഈസ് ലെസ് പ്രാക്ടിക്കൽ. നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് തിയറി ഉപയോഗിക്കുന്നത്, പ്രായോഗികമല്ല. പലപ്പോഴും പ്രായോഗികത കുറഞ്ഞവയാണ് തിയറികൾ. അതേസമയത്ത് കാര്യങ്ങളെ ലളിതവൽക്കരിക്കാൻ ഉപയോഗിക്കുന്ന, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സിംപ്ലിഫൈ തിങ്സ് ആൻഡ് ഈസ് മോർ പ്രാക്ടിക്കൽ. ലളിതവൽക്കരിച്ച് കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നതാണ് മോഡൽ. കൂടുതൽ പ്രായോഗിക സ്വഭാവമുള്ളവയാണ് മോഡൽ. വീണ്ടും തിയറിയെ കുറിച്ച് പറയുമ്പോൾ, തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്പ് us ടു എക്സ്പ്ലെയിൻ എ ഫിനോമിനൻ ആൻഡ് ഇറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ. നമ്മളൊരു പ്രതിഭാസത്തെ വിശദീകരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു, നമുക്ക് തൊട്ടറിയാനൊന്നും സാധിക്കില്ല. അതേസമയത്ത് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് സിംപ്ലിഫൈസ് എ കോൺസെപ്റ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ടാഞ്ചിബിൾ. നമുക്ക് വളരെ മനസ്സിലാവുന്ന രീതിയിൽ, വളരെ ഏറ്റവും ലളിതമായ രീതിയിൽ ഒരു ആശയത്തെ അവതരിപ്പിക്കുന്നു, നമുക്ക് പലപ്പോഴും തൊട്ടറിയാൻ പറ്റുന്ന സംഭവമായിരിക്കും. വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ദോശ എന്ന് പറയുമ്പോൾ അതൊരു തിയറിയാണ്, ഒരു കൺസെപ്റ്റ് ആണ്. ആ ദോശ നമ്മൾ മാവ് ഉപയോഗിച്ച് ചുട്ട് അതിന്റെ ഒരു മോഡൽ, ഒരു രൂപം പ്രസ്തുതം ചെയ്ത് കാണിക്കുമ്പോൾ, ഈ മോഡൽ വെച്ച് ഈ രീതിയിലുള്ള ധാരാളം ദോശകൾ നമുക്ക് ചൂടാം. അല്ലെങ്കിൽ പപ്പടം നമ്മൾ പരത്തി മുറിച്ച് എടുക്കുമ്പോൾ അതൊരു മോഡലാണ്, പപ്പടം എന്ന ആശയമല്ല. ആ മോഡൽ വെച്ച് നമുക്ക് ധാരാളം പപ്പടങ്ങൾ ഉണ്ടാക്കാം. ഈ രീതിയിൽ നമുക്ക് ഓരോ ആശയത്തെയും, ഒരു വാക്കെന്ന ആശയം അല്ലെങ്കിൽ ആശയം എന്ന ഒരു വാക്കുകളിൽ അല്ലെങ്കിൽ വിവിധ ആശയങ്ങളുടെ സഞ്ചയത്തെ ഒരു മോഡലാക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് വീട് എന്ന സ്വപ്നം ഒരു തിയറിയായിട്ട്, കൺസെപ്റ്റായിട്ട് അവശേഷിക്കുമ്പോൾ വീടിന്റെ മാപ്പ് അല്ലെങ്കിൽ വീടിന്റെ ഒരു രൂപം, മിനിയേച്ചർ മോഡലായിട്ട്, അതിന്റെ ഭൗതികമായിട്ടുള്ള രൂപമായിട്ട് നമുക്ക് തൊട്ടറിയാവുന്ന രൂപമായി മാറുന്നത്. A scientist studying the behavior of ants in a colony, for example, can have set of theories on how ants gather and so forth. ഇപ്പം ഉറുമ്പുകളുടെ പെരുമാറ്റ സ്വഭാവങ്ങളെ കുറിച്ച്, ഒരു കോളനിയായിട്ട് ജീവിക്കുന്ന ഉറുമ്പുകളുടെ പെരുമാറ്റ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു സയന്റിസ്റ്റിന് തിയറികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തെ കുറിച്ച്, അവരെങ്ങനെ ഒരുമിച്ച് കൂടുന്നു, അവരെങ്ങനെ ഭക്ഷണം ശേഖരിക്കുന്നതിനെ പറ്റി പഠിക്കാൻ പറ്റും. അതിന് തിയറികൾ അപ്ലൈ ചെയ്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ധാരാളം മോഡലുകളും എക്സ്പെർട്ടുകൾ ഇതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. ഈ തിയറി വെച്ച് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത്തരം മോഡലുകൾ, ഉറുമ്പുകളുടെ ഇത്തരം സ്വഭാവങ്ങളെ കുറിച്ചുള്ള ധാരാളം മോഡലുകൾ ഉണ്ടാക്കാനും സാധിക്കും. ഈ രീതിയിൽ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പല ആശയങ്ങൾക്ക് വേണ്ടിയിട്ടും മോഡലുകളും തിയറിയും ഉപയോഗിച്ചിട്ടുണ്ട്. ആശയവിനിമയത്തിലും എങ്ങനെ ഇത് വരുന്നു എന്ന് വിശദമായി വിവിധ ആശയവിനിമയ സിദ്ധാന്തങ്ങളിലൂടെ നാം പഠിക്കുന്നതാണ്. സോ താങ്ക് യു വെരി മച്ച്.